നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും ഒരു മോക്ക് ടെക്സ്റ്റ് ആണ്. മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെക്സ്റ്റ് ആണ്. നമുക്ക് കേരള ജോഗ്രഫിയിലെ പഠിക്കാൻ ഇഷ്ടമുള്ളതും പഠിച്ചാൽ മാർക്ക് കിട്ടുന്നതും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതുമായ ഒരു മേഖലയാണ് കേരളത്തിലെ നദികളും കായലുകളും. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് മോക്ക് ടെക്സ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എല്ലാവർക്കും അറിയാം. ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ ആണ് അല്ലെ. പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ഇനി കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും പെരിയാറാണ്. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ചോദ്യം എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പുന്നമടക്കായലാണ് അല്ലെ. വേമ്പനാട്ട് കായല് കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ്. അപ്പൊ വേമ്പനാട്ടിന്റെ ഭാഗമായ പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ ആണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. ബാക്കി കബനി, ഭവാനി, പാമ്പാർ ഇത് മൂന്നുമാണ് കേരളത്തിന്റെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ അല്ലെ. കേരളത്തിലെ ആകെ എത്ര നദികളാണുള്ളത്? 44 നദികൾ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. ഏത് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് എവിടെ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്? പുളിച്ചിമല, ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പാ നദി. അപ്പൊ പമ്പാ നദിയുടെ പതന സ്ഥലം ഏതാണെന്നും PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ചെറുതും വലുതുമായ എത്ര കായലുകളാണ് നമുക്കുള്ളത്? ചെറുതും വലുതുമായ 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ആണ് മുതിരപ്പുഴ നദിയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഏതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി? കൂട്ടത്തില് ഓപ്ഷൻ സി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. ബാക്കി 3ഉം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. എത്ര നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? 41 നദികൾ അല്ലേ. 9ാമത്തെ ചോദ്യം, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലാണ് എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. 10ാമത്തെ ചോദ്യം, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 34. 11ാമത്തെ ചോദ്യം, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ് അല്ലെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ. എത്രയാണ്? 16 കിലോമീറ്റർ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പൊ അതും ക്ലിയർ ആയില്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒറ്റയാൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നെയ്യാറാണ് ഒറ്റയാൻ വരുന്നത്. നെയ്യാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൂടെ ഒഴുകുന്ന നദിയാണ്. ബാക്കി 3 നദികൾ, അതായത് മഞ്ചേശ്വരം പുഴ, ഉപ്പള ആൻഡ് ഷിറിയ, ഇത് 3ഉം കാസർഗോഡ് ജില്ലയിൽ നദിയും കായലുമാണ്. അടുത്തത്
അടുത്ത ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. പമ്പാ നദി കിഴക്കോട്ടാണോ? അല്ല, തെറ്റാണ്. പാമ്പാറ് പടിഞ്ഞാറോട്ടാണോ? അല്ല, പാമ്പാറ് കിഴക്കോട്ടാണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, ശരിയാണ്. പെരിയാറ് കിഴക്കോട്ട്, തെറ്റാ. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 15ാമത്തേത് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഇപ്പോഴും അണ്ടർലൈൻ ചെയ്യുക, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു, ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട, ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു, അതും ശരിയാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു, ശരിയായത് കണ്ടെത്തി എഴുതുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വെള്ളായണി തടാകം തിരുവനന്തപുരം. ബാക്കി 3 തെറ്റാണ്. പൂക്കോട് തടാകം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയല്ല. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്ടിലാണ്. അഷ്ടമുടി കായൽ ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. തിരുവല്ലം കായല് തിരുവനന്തപുരത്താണ്, കേട്ടല്ലോ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. വെള്ളായണി തടാകം തിരുവനന്തപുരം. അടുത്ത ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്, ശരിയാണോ? ശരിയാണ്. വേമ്പനാട്ടുകാരിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. വേമ്പനാട്ടുകാരിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദിയാണോ കക്കിയും കല്ലാറും? അതും ശരിയാണ്. ഇനി അടുത്തത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്. വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിന്റെ പോഷക നദികളുടെ പേര് ഏതൊക്കെയാണ്? വിതുരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ. അപ്പൊ ഇത് 3മാണ് പെരിയാറിന്റെ പോഷക നദികൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. അടുത്തത് കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. നീളം കൂടിയത് ആദ്യം എന്ന നിലയിലാണ് വരുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഇതാണ് അതിന്റെ കറക്റ്റ് നീളം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കുള്ള ഓർഡർ വരുന്നത്, കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അഷ്ടമുടിക്കായലാണ്. ബാക്കി 3 ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ അതാണ് ഇതിൽ ഉത്തരം വരുന്നത്, കേട്ടോ. 22ാമത്തെ ചോദ്യം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. പെരിയാർ നദിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബന്ധമില്ലാത്ത പ്രസ്താവന, അതായത് ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വെച്ച് ഈ നദി അറബിക്കടലുമായി കൂടിച്ചേരുന്നു. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്ന വഴികൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ശരിയാണോ? യെസ്, കറക്റ്റ് ആണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു, അത് ശരിയാണോ? പെരിയാർ നദിയല്ല, ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 3ാമത്തത് ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്, അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 25ാമത്തെ ചോദ്യം കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, അത് ശാസ്താംകോട്ടയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ, അത് ശരിയാണോ? അല്ല, അഷ്ടമുടി അല്ല, വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലുത്. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തെറ്റ് വരുന്നത് 2ാമത്തെ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 1ഉം ശരിയാണ്,
മൂന്നും ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പൂക്കോട് തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, കല്ലടയാറാണ് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. എത്ര നദികളാണ് കേരളത്തിൽ ഇടത്തരം നദികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4 നദികളാണ്. ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇത് 4 നദികളാണ് നമ്മുടെ ഇടത്തരം നദികളിൽ പെടുന്നത് അല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് ശരിയായത്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് ശരിയായത്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. ശരിയാണോ? വേമ്പനാട്ട് കായൽ അല്ലല്ലേ, അഷ്ടമുടിയാണ്. അപ്പോൾ അത് തെറ്റാണ്. ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. അത് ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിക്കും. അതും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് 2ഉം 3ഉം ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന 2ആണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി, 2 മാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കി 1ഉം 3ഉം കറക്റ്റാണ്. അതായത് 244 നീളമുള്ള പെരിയാർ നദി ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അപ്പോൾ ഇത് 2ഉം ശരിയാണ്. ഇനി രണ്ടാമത്തത് തെറ്റാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും. ഭാരതപ്പുഴയുടെ അല്ല, പെരിയാറിൻ്റെ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും. അപ്പോൾ അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി ആണ്, കുന്തിപ്പുഴയുടെ ഭാഗമാണ്. അടുത്തത്, കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം. കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 11 ആണ്. 11 നദികളാണ് 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ. അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലോട്ട് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പാ നദി ബാരിസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ശരിയാണ്, 3ഉം ശരിയാണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയല്ല, ചാലിയാർ പുഴയാണ് ബേപ്പൂർ പുഴയെന്ന് അറിയാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ആണ്, ഇടുക്കി ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ 3 ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. അടുത്തത്, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ ആണ്, കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനി. അടുത്ത ചോദ്യം, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെരിയാറാണ്. പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി. അടുത്തത്, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും മനസ്സിലാക്കി ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാലോ, പമ്പാ നദി പുളിച്ചി മലയിൽ നിന്നും ശരിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന്, അത് ശരിയാണ്. അച്ചൻകോവിലാർ പമ്പാ നദി എന്നാണ് എഴുതിയേക്കുന്നത്, അത് തെറ്റാണ്. അച്ചൻകോവിലാർ എവിടെ നിന്നാണ്? അച്ചൻകോവിലാർ പശ്ചിമഘട്ടത്തിലെ പശുമലക്കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ അതിൽ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 41ാമത്തെ ചോദ്യം, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എവിടെയാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരയിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ എത്ര നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? 41 അല്ലേ. അടുത്ത ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഏത് ചുരത്തിലൂടെയാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ലാസ്റ്റ് ചോദ്യം നോക്കിയാലോ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് പൊന്നാനി കനാൽ. പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള നദികളും കായലുകളും, കേരളത്തിലെ നദികളും കായലുകളും എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.